അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഖുർആൻ തജ്വീദിന് ആദ്യത്തെ ക്ലാസ്സിലേക്ക് നമ്മളിന്ന് കിടക്കുകയാണ്. ഖുർആൻ തജ്വീദ് എന്ന് പറയുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ, പിന്നെ ഓരോ അക്ഷരത്തിന് ഉച്ചാരണം, ഇതൊക്കെയാണ് തജ്വീദ് എന്ന് പറയുമ്പോൾ. പക്ഷെ തജ്വീദ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു മെയിൻ പാർട്ട് ഒരു 80% ഓരോ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കോഴ്സിൽ ഒരു 13 ദിവസത്തിനുള്ളിൽ നമ്മളത് തീർക്കുന്നതാണ്. അതിനർത്ഥം നിങ്ങൾ ഒരു 10 days 13 ദിവസത്തിനുള്ളിൽ ഒരു 13 days നിങ്ങൾ 80% ഖുർആനിൻ്റെ തജ്വീദ് പഠിച്ച് തീരും. അതിനുശേഷം കുറച്ച് നിയമങ്ങളുണ്ട്, അതായിരിക്കും നമ്മൾ ബാക്കി ഒരു 12 ദിവസത്തിനുള്ളിൽ തീർക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊരു പ്രോപ്പർട്ടി ഒരു പിയാനോ പോലെയാണ്. ഇപ്പോൾ നമ്മൾ പിയാനോ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ ബട്ടൺ ഓരോ സൗണ്ടാണ്. ഇതുപോലെ തന്നെ നമ്മൾ വായിൽ ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ സൗണ്ടാണ്. ഈ സൗണ്ട് മനസ്സിലാക്കി അതുപോലെ ഉച്ചരിക്കലാണ് തജ്വീദിൻ്റെ 80%. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ചുണ്ടി എന്നുള്ള അക്ഷരമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബ എന്ന അക്ഷരം ചുണ്ടി എന്നുള്ള അക്ഷരമാണ്. നിങ്ങൾക്ക് ചുണ്ട് തമ്മിൽ മുട്ടിക്കാതെ ബ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഖാഫ് എന്ന അക്ഷരം ചുണ്ട് മുട്ടിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ, ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സ്ഥലമുണ്ട്. ഈ സ്ഥലം മനസ്സിലാക്കാനാണ് തജ്വീദിൻ്റെ 80% ഭാഗം. മനസ്സിലായോ? അത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 3 അക്ഷരമാണ്. അതെല്ലാം ചുണ്ടി എന്ന് പറഞ്ഞ അക്ഷരമാണ്. ഒരു അക്ഷരം കൂടെ ഉണ്ട്, ഇപ്പൊ ബ മീം വ ഫ. അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നമുക്ക് ആദ്യത്തെ അക്ഷരത്തിലേക്ക് പോവാം. നമ്മൾ ചുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചുണ്ടിൽ 2 ഭാഗമുണ്ട്. ഒന്ന് പുറമേ ഉള്ള ഭാഗം കുറച്ച് ഡ്രൈ ആണ്, കുറച്ചുകൂടെ ഡാർക്കാണ്. ഉൾഭാഗമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കാണ്, പിന്നെ ഡ്രൈ ആണ്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഡ്രൈ ലിപ്സ് എന്ന് പറയും. അത് മേൽ ചുണ്ടിലുണ്ട്, അടിയത്തെ ചുണ്ടിലുണ്ട്. പിന്നെ ഉള്ളിലുള്ള ഭാഗം അത് നനഞ്ഞ ഭാഗമാണ്, കുറച്ചും കൂടെ ലൈറ്റാണ് കളറ്. എന്താ പറയുക, മുമ്പിലുള്ള ഭാഗമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ ഭാഗം കുറച്ചും കൂടെ ലൈറ്റാണ്, അത് നനഞ്ഞാണ്. ആ വെറ്റ് ലിപ്സ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ബ എന്ന അക്ഷരം വന്നത് മേൽ ചുണ്ടും അടിയത്തെ ചുണ്ടിൻ്റെയും നനഞ്ഞ ഭാഗങ്ങൾ തമ്മിൽ മുട്ടുമ്പോഴാണ് ബ വന്നത്. മേൽ ചുണ്ടും അടിയത്തെ ചുണ്ടിന്റെ ഉൾഭാഗങ്ങൾ, നനഞ്ഞ ഭാഗങ്ങൾ തമ്മിൽ മുട്ടുമ്പോഴാണ് ബ വരുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കുക, ബ ബ ബ. ഓക്കെ, അടുത്ത അക്ഷരത്തിലേക്ക് നമുക്ക് പോവാം. മീം. മീം എന്നാണ് അക്ഷരമാണ്. മീം വന്നത് 2 ചുണ്ടിന്റെയും ഉണങ്ങിയ ഭാഗം, മുന്നിലുള്ള ഭാഗം തമ്മിൽ മുട്ടുമ്പോഴാണ് മീം വന്നത്. മീം മീം. ഒന്ന് പറഞ്ഞു നോക്ക്, മീം മീം അപ്പൊ നമ്മൾ ആദ്യം ബ, അത് 2 ചുണ്ടിന്റെയും നനഞ്ഞ ഭാഗം അല്ലെങ്കിൽ ഉള്ളിലുള്ള ഭാഗം തമ്മിൽ മുട്ടുമ്പോഴാണ് ബ വരുന്നത്. മീം വന്നത് 2 ചുണ്ടിന്റെയും ഉണങ്ങിയ ഭാഗങ്ങൾ മുട്ടുമ്പോഴാണ് മീം വന്നത്. മൂന്നാമത്തത് വാവ്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ WOW ഇല്ലേ, വാവ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെ വാവ്. നമ്മുടെ നാട്ടിലൊരു തെറ്റായ രീതി എന്ന് പറഞ്ഞാൽ വ എന്ന് പറയും. അത് തെറ്റാണ്. ശരിക്കുള്ള ഉച്ചാരണം വാവ് എന്നാണ്. വാവ് വാവ്. മനസ്സിലായോ? അപ്പം വ തെറ്റാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ചെറിയ സൗണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം വാവ് വ, വാവ് വ, വ വ, വ വ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ചെറിയ സൗണ്ട് ഡിഫറൻസ് ഇല്ലേ? അപ്പം വ തെറ്റാണ്, വാവ് അല്ലെങ്കിൽ വ എന്നാണ് ഉച്ചരിക്കേണ്ട രീതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബ മീം വാവ്. നമ്മൾ അറബിയിലുള്ള അക്ഷരം 28 എണ്ണമാണ്. അതിൽ 3 ഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം 10% കൂടുതൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് തന്നെ 10% കൂടുതൽ കവർ ചെയ്തു. അപ്പം നമുക്കൊന്നും കൂടെ ജസ്റ്റ് റിവൈസ് ചെയ്യാം. ബ എന്ന അക്ഷരം വന്നത് 2 ചുണ്ടിൻ്റെയും നനഞ്ഞ ഭാഗങ്ങൾ മുട്ടുമ്പോൾ മീം എന്ന് പറഞ്ഞ അക്ഷരം 2 ചുണ്ടിൻ്റെയും ഉണങ്ങിയ ഭാഗങ്ങൾ തമ്മിൽ മുട്ടുമ്പോൾ മീം വരും. വാവ് 2 ചുണ്ടും റൗണ്ട് ആക്കിയിട്ട് ഉച്ചരിക്കേണ്ടതാണ്. വ തെറ്റാണ്. അപ്പം
ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു. 2 റൂൾസ് നിങ്ങളുടെ ഭാഗത്ത് ഞാൻ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. ഡെയിലി പ്രാക്ടീസ് ആവശ്യമുണ്ട്. ഒരു 15 മിനിറ്റ് മിനിമം നിങ്ങൾ ഏതെങ്കിലും സമയം കണ്ടെത്താം. നിങ്ങളത് ഫിക്സ് ചെയ്യാം. കൺസിസ്റ്റൻറ്റ് ഇസ്തിഖാമത്ത് എന്ന് പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് ഇത് മാത്രം പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിലപ്പോൾ മുൽക്കും വാക്കിയൊക്കെ ഓതുന്നുണ്ടാവും. അത് ആ സമയത്ത് ഓതേണ്ട സമയമല്ല. ഇത് മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ് അത്. രണ്ടാമത്തത് ഉറക്കി ഓതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ മുമ്പും പറഞ്ഞായിരുന്നു, ചിലവര് നാണക്കേടോ അല്ലെങ്കിൽ പല കാരണം കൊണ്ട് ഉറക്കി ഓതിയില്ല, അപ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ടായില്ല. പക്ഷെ അവരെപ്പോൾ ഉറക്കി ഓതാൻ തുടങ്ങി അപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടി. ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നമ്മൾ ഏകദേശം 10% നമ്മൾ കവർ ചെയ്തു. ഈ ഹർഫുകൾ തന്നെ ഖുറാനിൽ എത്രയോ പ്രാവശ്യം വരുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ വരുന്നുണ്ട്. നമ്മളിപ്പം നമുക്ക് അത് ഓതുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ നിങ്ങൾ യാതൊരു കോംപ്രമൈസും എന്താ പറയുക ചെയ്യരുത്. അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ ഫിക്സ് ചെയ്ത ടൈം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഡേ 1 ഇന്നത്തെ ദിവസത്തെ പ്രാക്ടീസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഓതും, നിങ്ങൾക്ക് സമയം തരും, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അടുത്ത ആയത്ത് ഓതും. അതുപോലെ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ കംപ്ലീറ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ റെഡി അല്ലേ? ഞാൻ ഓതും, നിങ്ങൾക്ക് ഞാൻ സമയം തരും. ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓതാം. പിന്നെ അതിനുശേഷം ഞാൻ അടുത്ത ആയത്ത് ഓതും ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. അഊദു ബില്ലാഹി ബാ വന്നിട്ടുണ്ട്, മിനശ്ശൈത്താൻ മീം വന്നിട്ടുണ്ട്, റജീം മീം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി തൊട്ട് ഈ 3 അക്ഷരം നമ്മൾ അസറ്റായിട്ട് മാറണം. നമ്മൾ എവിടെയൊക്കെ ഖുറാനിൽ എവിടെയൊക്കെ ബാമീം വരുന്നുണ്ടോ അത് കറക്റ്റായ ഉച്ചാരണം. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം അറിയാം. ഇനി നമ്മളുടെ ഡ്യൂട്ടിയാണ് അതനുസരിച്ച് നമ്മളുടെ ഓതൽ, അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. അപ്പം ഇന്നത്തെ പ്രാക്ടീസോടെ നമ്മളൊരു അസറ്റായിട്ട് ഇത് മാറണം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ല. ആദ്യത്തെ ബ 2 ചുണ്ടിൻ്റെയും നനഞ്ഞ ഭാഗങ്ങൾ മുട്ടുമ്പോ, മില്ല 2 ചുണ്ടിൻ്റെയും ഉണങ്ങിയ ഭാഗങ്ങൾ മുട്ടുമ്പോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും അത് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റണം, വേർതിരിക്കാൻ പറ്റണം. ബ മീം, ബ മീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ആണ്? അർ റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. മാലികി, നമ്മുടെ നാട്ടിലൊരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് മാലികി യൗമിദ്ദീൻ ഓതും. അത് തെറ്റാണ്. മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. إياك نعبد وإياك ولا وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين. ആമീൻ. അപ്പം ഇവിടെയും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അപ്പം നമ്മൾ പഠിച്ച 3 അക്ഷരം അവിടെ തന്നെ വന്നിട്ടുണ്ട്. മഗ്ദൂ, മീം, ബാ, മീം, വാവ്. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഒന്നും കൂടെ ഞാൻ ഓതാം, നിങ്ങൾ കേൾക്കാം. ഞാൻ എങ്ങനെയാണ് ഈ ബാ, മീം, വാവ് എങ്ങനെ ഉച്ചരിക്കേണ്ടത്. ഒരു കാര്യം നിങ്ങൾക്ക് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തേണ്ടതിന്, ഇന്നത്തെ പ്രാക്ടീസ് സെഷനിൽ നിങ്ങൾ ട്യൂണോ ഇതൊന്നും നോക്കാൻ പാടില്ല. നിങ്ങൾ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉറക്കി ഓതാം. ബാ, മീം, വാവ് മാത്രം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള അക്ഷരങ്ങൾ നിങ്ങൾ എങ്ങനെ ഓതിക്കൊണ്ടത് അതുപോലെ തന്നെ ഓതുക. ഈ 3 അക്ഷരങ്ങളിൽ മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് അതിൽ മാത്രം നിങ്ങൾ വ്യത്യാസം വരുത്താം. അപ്പം ഫുൾ കോൺസെൻട്രേഷൻ ഈ 3 അക്ഷരങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പാടുള്ളൂ. ശ്രദ്ധ ഈ 3 അക്ഷരങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഒന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതാം, നിങ്ങൾ കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഡെയിലി ആ സമയം പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസിൽ കൂടെ മാത്രമേ നമുക്ക് മെച്ചപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ജസാക്കല്ലാഹു ഖൈറൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.